സഭയുടെ മുമ്പിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി പ്രിയ അമ്മേൻ സഹോദരി കർത്താവ് ഒരുക്കിയ വിധങ്ങൾക്കായി നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. അമ്മേൻ ഹല്ലേലൂയ. പലപ്പോഴും ഒരു ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് അമ്മേൻ ചിലർക്ക് ഒരു നിസ്സാരം പോലെയാണ്. അമ്മേൻ ഹല്ലേലൂയ ഉപവാസ പ്രാർത്ഥനയല്ലേ, അമ്മേൻ എന്തിന് അമ്മേൻ ഹല്ലേലൂയ ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നവർക്ക് വേണ്ടി ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായിട്ടാണ് ഇന്ന് ഈ സഹോദരൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ നാളുകൾ ഉപവാസ പ്രാർത്ഥനയിൽ അമ്മേൻ ഹല്ലേലൂയ അവൻ ആഗ്രഹത്തോടെ പങ്കെടുത്തു. അവൻ കർത്താവ് അവൻ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ താൻ അറിയാതെ അവൻ ഹല്ലേലൂയ അത് നിവർത്തിച്ചു കൊടുത്തു. കർത്തദാസൻ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതിന് ഉപവാസ പ്രാർത്ഥനയിൽ കൈമാറി. ആ വിടുതലുമായിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി നമുക്ക് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. ആഴ്ച ആ ദിവസം ദൈവക്കുടുംബാടിയൊരു സാക്ഷിയായി നിൽക്കുക. സ്വർഗത്തിലെ തമ്പുരു അവിടെ നിന്ന് ഒരുക്കിയ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങളൊന്നും വ്യസന കാരണമായി തീരാതെ സ്വർഗത്തിലെ തമ്പുരാൻ ഞങ്ങളെ ഓരോ ദിവസവും നടത്തുന്നു. ഏപ്രിൽ മാസം നടന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് അടിയന് ഒരു ദിവസം വരുവാനിടയായി. അത് വെള്ളിയാഴ്ച ദിവസം ഉപവാസം കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ ദാസിൻ്റെ അടുത്ത് വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, രാജി ഒരു നന്മ വരാൻ പോകുന്നു നിനക്ക്, അത് പൈതങ്ങൾ കൂടിയാണ് വരുന്നതെന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു. എന്നാലും ഞാൻ ദൈവനാമത്തിൽ സത്യത്തിൽ പറയട്ടെ, ഞാനത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആ കാര്യം ഓർത്തത് പോലുമില്ല. ഒരു വെള്ളിയാഴ്ച പറയുന്നു, ഒരു ഞായറാഴ്ച ഇരുന്ന് മകളെ സ്കൂളിൽ നിന്ന് സാറ് വിളിച്ചിട്ട് പറയണു, രാജി നിങ്ങൾക്കൊരു വീടുണ്ടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല സാറേ എന്ന് പറഞ്ഞു. എങ്കിൽ നിങ്ങൾ എത്രയും വേഗം ഒരുങ്ങിക്കുമോ, ഞങ്ങളൊരു വീട് വെച്ച് തരാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രവൃത്തി അതായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഒരു പൈസ പോലും ചിലവാക്കണ്ട, താക്കോല് മാത്രം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞു തീരാത്ത ദാന നിമിത്തം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ കൂടി ഓരോ കാര്യങ്ങളും ഞങ്ങൾ കൂടി ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുമ്പോഴൊക്കെ അത് ഞങ്ങളുടെ വലിയൊരു അനുഗ്രഹത്തിന് നന്മയ്ക്കും കാരണമായി തീരുന്നു. അടിയൻ്റെ പിതാവിൻ്റെ കയ്യിലൊരു താക്കോല് വെച്ച് പ്രാർത്ഥിച്ചിട്ട് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, മംഗലാപുരത്ത് എന്ന് പറഞ്ഞ പിതാവിന് ഉടനെ ഒരു വാഹനം ലഭിക്കാൻ പോകുന്നു. അത് പറഞ്ഞു. ഉടനെ തന്നെ പപ്പ ഒരു 2 വീലർ എടുക്കുവാൻ ദൈവം സഹായിച്ചു. കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി ഞങ്ങൾ സഭയിൽ കടന്നു വന്നപ്പോഴൊക്കെയും അതൊക്കെ ദൈവം നമ്മൾക്ക് മധുരമുള്ളതാക്കി തീർത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ നന്മയ്ക്കായി ചെന്നു പറഞ്ഞു തീരാത്ത ദാന നിമിത്തം യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ ദാസനും കുടുംബവും സഭയായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അടിയൻ്റെ സാക്ഷി നിരുന്നുകൊള്ളുന്നു. ആമേൻ ഹല്ലേലൂയ. കർത്താവ് കഴിഞ്ഞ നാളെ ചെയ്ത ഉപകാരങ്ങളൊന്നും ചെറുതല്ല. ആമേൻ ഹല്ലേലൂയ. ആമേൻ എത്ര നന്ദി പറഞ്ഞാലും ദൈവത്തിന് ആമേൻ മതിയാവില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആമേൻ ഹല്ലേലൂയ ദൈവം ഇവരുടെ ജീവിതത്തിൽ ഒരു നന്മയും ആമേൻ ഹല്ലേലൂയ ആമേൻ ഇവരെ പ്രതീക്ഷിച്ചല്ല മുമ്പോട്ട് ഇവരുടെ ജീവിതം കടന്നു പോകുന്നത്. ആമേൻ ഹല്ലേലൂയ. വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ ആമേൻ ഇവർക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് അങ്ങനെ ഒരു നന്മയുമില്ല. എന്നാൽ ദൈവം ആമേൻ ഹല്ലേലൂയ ഒരു കണ്ണും കാണാത്തത്, ആരുടെയും ചെവി കേൾക്കാത്തത്, ആരുടെ ഹൃദയത്തിൽ തോന്നാത്തതായ ഒരു വലിയ നന്മയാണ് കർത്താവ് അവരുടെ കരങ്ങളിൽ കൊടുത്തത്. ആമേൻ ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾക്കും ഈ അനുഗ്രഹം ലഭിക്കും. ആമേൻ ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാൻ സ്തോത്രത്തോടെ ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ആമേൻ.